ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ യാത്ര ഒരുപാട് ആഗ്രഹിച്ച് കാത്തിരുന്ന ഒരു യാത്രയാണ് ഇത്. ഞാൻ പോകുന്നത് അൽദഫ്രയിലാണ്. അബുദാബി അൽദഫ്രയിലുള്ള ലിവ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് യാത്ര ചെയ്തത്. 300 കിലോമീറ്റർ ഉണ്ട്. ഒരു 3-4 മണിക്കൂർ യാത്ര ചെയ്യണം. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് യാത്ര തുടങ്ങിയതാണ്. പോകുന്ന വഴിയെല്ലാം നല്ല മരുഭൂമി കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ, ഞങ്ങൾ ഏകദേശം ഒരു 2 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ആദ്യം ലിവ വില്ലേജ് ആ പരിസരത്തെത്തി. അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഫസ്റ്റ് ഞങ്ങൾ ലിവയിൽ കയറി. അവിടെ കയറണമെങ്കിൽ 25 ദിറംസ് കൊടുക്കണം കേട്ടോ. അപ്പോൾ അവർ നമുക്കൊരു ടാഗ് ഇങ്ങനെ കൈക്കിട്ട് തരും ഈ ലിവ വില്ലേജ് കയറുന്നതിന്. അങ്ങനെ അതിനകത്തേക്കൊക്കെ നടന്നു. ഇതിനകത്ത് കൂടുതലും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസാണ് കൂടുതലുള്ളത് കേട്ടോ. മുതിർന്നവർക്കുള്ളതുമുണ്ട്, കുട്ടികൾക്കുള്ളതുമുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെന്ന് ജസ്റ്റ് അവിടേക്ക് ഒന്ന് കറങ്ങി നടന്നു. ഭക്ഷണം കഴിക്കേണ്ടവർക്ക് അവിടെ ഭക്ഷണശാലയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കാം. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാം ലിവ വില്ലേജിൽ നിന്നുള്ള സൈൻ ബോർഡും കാര്യങ്ങളും. ഇഷ്ടംപോലെ എമറാത്തികൾ, ലോക്കൽസ് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇതാ ലിവയുടെ ആ ഒരു മാപ്പാണ്. പിന്നെ സൈൻ ബോർഡുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതിനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട്. ഈ കാണുന്ന കണക്കുള്ള നിരവധി ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം അവിടെ അവർ ഏർപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത് ഫുഡ് സ്റ്റോളുകളാണ് കേട്ടോ. ചെറിയതും വലുതുമായിട്ടുള്ള ഫുഡ് സ്റ്റോളുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവർ നിരത്തി വെച്ചിട്ടുണ്ട്. ഇത് സിപ്പ് ലൈനിൻ്റെ ഒരു ഭാഗമാണ്. ജെയിൻ വീല്, അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ്. ഈ ഓരോ ആക്ടിവിറ്റീസിലും കയറുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം പൈസ അവിടെ കൊടുക്കണം കേട്ടോ. ടിക്കറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് അതിനകത്ത് ആക്ടിവിറ്റീസുകൾ പങ്കെടുക്കാനൊക്കത്തുള്ളൂ. പിന്നെ നമുക്ക് അവിടെ എല്ലാം ചുറ്റി നടന്ന് കാണുന്നതിനൊരു പ്രശ്നമില്ല. ഈ സിപ്പ് ലൈനൊക്കെ കയറുന്നതിനൊക്കെ പ്രത്യേകം പൈസ കൊടുക്കണം. അങ്ങനെ ഓരോരോ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഞങ്ങളവിടെ നടന്ന് നീങ്ങുന്നതിനിടയ്ക്ക് പല കാഴ്ചകൾ നമുക്ക് കാണാനൊക്കും കേട്ടോ. കൂടുതലും എമറാത്തികളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങളവിടെയൊക്കെ പോയത് ഒരു വീക്ക് ഡേയ്സിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അവിടെ അനുഭവപ്പെട്ടില്ല. ഞങ്ങൾ ജസ്റ്റ് പോയി എല്ലാം കണ്ടു, കാഴ്ചകളൊക്കെ കണ്ട്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇവിടെ കയറണമെന്നൊന്നും വിചാരിച്ചതല്ല. പിന്നെ കണ്ടപ്പോൾ ഒന്ന് കയറിയെന്ന് മാത്രം. നമ്മൾ പ്രധാനമായിട്ടും പോയത് വേറെ ഒരു കാഴ്ച കാണാനായിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, ലിവ ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു കാർ റേസിങ്ങും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരുടെയും മനസ്സിൽ ഓടി വരുന്നത്. അങ്ങനെ നടക്കുമ്പോഴാണ് എമിറേറ്റ്സ് ഇസ്ലാമിക് ബാങ്കിൻ്റെ ഒരു കൗണ്ടർ. അവിടെ ഈ ഒരു സംഭവം ഫ്രീ ആയിട്ട് നമുക്ക് 2 മിനിറ്റ് നമുക്ക് ഇതിനകത്ത് ഗെയിം കളിക്കാം. അങ്ങനെ ഞാനും കയറിയിരുന്ന് കുറച്ച് നേരം ഒന്ന് റൈഡൊക്കെ ചെയ്തു. പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ വീണ്ടും ഞങ്ങളിതൊക്കെ കണ്ട് നടന്ന് തിരിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ ഈ ലിവയിലേക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇത് വരുന്നത്. അങ്ങനെ നേരെ ലിവ 26 നടക്കുന്നിടത്തോട്ട് ഞങ്ങൾ എത്തി. അവിടെ ഒരുപാട് കാറുകൾ റേസിങ് ചെയ്യുന്നുണ്ടോ. ഞങ്ങൾ എത്തുമ്പോൾ തന്നെ ഞങ്ങൾ ഇരുട്ടിയായിരുന്നു കേട്ടോ. ഒരു പകൽ വെളിച്ചത്തിൽ വേറൊരു കാഴ്ചയാണ്, രസമാണ്. പകൽ വെളിച്ചത്തിൽ ഈ ഒരു റേസിങ് നടക്കുന്നതാണ് വേറൊരു ഭംഗി തന്നെയാണ്. ആ മണലാരണ്യത്തിൽ ഈ കാറുകൾ ഇങ്ങനെ ഓടുന്നത് കാണാൻ നല്ല രസമാണ്. പക്ഷേ രാത്രിയിലാകുമ്പോൾ നമുക്ക് അത്ര ഒരു സുഖം തോന്നത്തില്ല, ഈ വെട്ടമൊക്കെ കാരണമേ. ഞങ്ങൾ പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു, അങ്ങനെ കണ്ടു. അവിടെ നിന്ന് പിന്നെ തിരിച്ചു, കാരണം ലേറ്റ് ആവുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നേരെ തിരിച്ച് ദുബായിലെത്തണം. ഏകദേശം ഒരു 300 കിലോമീറ്റർ യാത്ര ചെയ്യണമായിരുന്നു തിരിച്ച്. അത് കാരണം ഞങ്ങൾ നേരെ വണ്ടി എടുത്തു, തിരിച്ചു. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് ഈ ഒരു റേസിംഗ് നേരിട്ട് കാണണമെന്നുണ്ടായിരുന്നത് കേട്ടോ. കാരണം ഞാൻ ഇപ്പോൾ ഈ ദുബായ് വന്ന കാലം തൊട്ടേ ചില വണ്ടികളൊക്കെ പോകുമ്പോൾ അതിൻ്റെ ബാഗിൽ ഇങ്ങനെ ലിവ എന്ന് എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പം ഞാൻ ആദ്യമൊക്കെ എന്താ സംഭവം എന്ന് അറിയാൻ വയ്യാതെ നോക്കിക്കുമ്പോഴാണ് പിന്നാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനൊരു ഒരു ആക്ടിവിറ്റീസിൻ്റെ ഒരു ഭാഗമാണ് ഇതെന്ന് അറിയുന്നത്. അങ്ങനെ ഞങ്ങൾ അത് കാരണമാണ്, എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇത്രയും ദൂരം യാത്ര ചെയ്ത് നേരിട്ട് കാണാൻ പോയത്. പക്ഷേ ഞാൻ ഒരു പകൽ വെളിച്ചത്തിൽ പോകണമായിരുന്നെന്ന് പിന്നാണ് എനിക്ക് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. രാവിലെയൊക്കെ പോയിട്ട് വൈകുന്നേരം അവിടെ തിരിക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ നിങ്ങൾ തയ്യാറാക്കുക പോവുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലുള്ള നിരവധി വീഡിയോകൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം എനിക്ക് ആവശ്യമുണ്ട്. എൻ്റെ വീഡിയോയ്ക്കായി കാത്തിരിക്കുക. കീപ്പ് വാച്ചിങ്. താങ്ക് യു.